ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം മുതുകാട് സാറിനെ പറ്റി ഇപ്പോൾ ഒത്തിരി പല സൈഡിൽ നിന്ന് പല ഭാവത്തിലും രൂപത്തിലും ഒക്കെ നമ്മൾ ഒത്തിരി ആരോപണങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു മറു സൈഡിൽ ഇപ്പോൾ ഇന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് യൂസഫ് അലി സാറ് 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂസഫ് അലി സാറിൻ്റെ മരണശേഷവും ഈ 1 കോടി രൂപ വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളൊരു ഓഫർ, ഒരു വാഗ്ദാനം യൂസഫ് അലി സാറ് മുതുകാട് സാറിന് കൊടുത്തിരുന്നു. അപ്പോൾ അതോടുകൂടി ആ ഒരു വാഗ്ദാനമാണ് ഇപ്പം നടക്കുന്ന ഈ ആരോപണങ്ങളുടെയൊക്കെ പിന്നിലെന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു വാഗ്ദാനം യൂസഫ് അലി സാർ കൊടുത്തപ്പോൾ കുരുപൊട്ടിയ ചിലരൊക്കെ കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന മുതുകാട് സാറിനെതിരെ വരുന്ന ഓരോ വീഡിയോകളും ഷിഹാബാണിലും പറയുന്നതും അതുപോലെ ഓരോ ആൾക്കാർ പറയുന്നതിൻ്റെ തെളിവുകൾ സഹിതം പറയുന്ന കേട്ട അത് ആ പറയുന്ന ആരോപണത്തിൽ ഒരു കഴമ്പുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു 10,000 രൂപ അവരുടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് ഒന്ന് കിട്ടിയാൽ പോലും പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് അതൊരു നല്ല കാര്യമല്ലേ എന്നൊക്കെ മുതുകാട് സാർ പലയിടത്തായിട്ട് പ്രസംഗിക്കുന്ന സീനുകളൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ ഈ പാവപ്പെട്ട അതിൻ്റെ മറുസൈഡ് പറയുന്നത് എന്താ വെച്ചാൽ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ആയിരുന്നില്ല ഈ മുതുകാട് സാറ് ഇൻ്റർവ്യൂ ചെയ്ത് എടുത്തിരുന്നത്. നല്ല കഴിവും അത്യാവശ്യം ഓട്ടിസം ഉണ്ട് എന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെയും നല്ല പണമുള്ള വീട്ടിലെ കുട്ടികളെയുമാണ്. അതുപോലെ ഷിഹാബൊക്കെ പറയുന്നതിൻ്റെ അകത്ത് ആ കുട്ടികളെ മനസ്സിലാക്കിയുള്ള ഒരു പെരുമാറ്റം മുതുകാട് സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതായത് ഇവർ ഭിന്നശേഷിയായ കുട്ടികൾ ഫുഡ് കഴിക്കേണ്ട സമയത്തൊക്കെ കഴിക്കാതിരുന്ന് അവർ വയലൻ്റ് ആവും. അവരുമായിട്ട് അടുത്ത് ഇടപെടുന്നവർക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഗസ്റ്റ് വരുമ്പോഴൊന്നും അവർക്ക് ഫുഡ് കൊടുത്തിട്ട് അവരെ കലാപരിപാടി അവതരിപ്പിക്കാൻ വിടാം. അത് അവരെ എൻജോയ് ചെയ്ത് അവരുടെ മനസ്സാൽ ചെയ്യട്ടെ, അല്ലാതെ നിർബന്ധിച്ച് ചെയ്യിക്കാൻ വേണ്ടി നിൽക്കരുതെന്നൊക്കെ ഷിഹാബ് പറഞ്ഞാലും അതൊന്നും വേണ്ട. ഗസ്റ്റുകൾക്കാണ് സ്ഥാനം, അല്ലാതെ ഈ കുട്ടികളോടൊരു മനുഷ്യത്വപരമായ ഇതല്ല. ഫുഡ് കൊടുക്കുന്നത് ഗസ്റ്റൊക്കെ വന്നുപോയി പരിപാടിയൊക്കെ അവതരിപ്പിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ടൊക്കെ കൊടുത്താൽ മതി എന്നുള്ളതൊക്കെ രീതിക്കാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ സോഷ്യൽ മീഡിയ നോക്കിയാലും ഈ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന സ്വത്തുകളെല്ലാം കൊടുത്ത് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന മുതുകാട് സാറ് ഈ കുട്ടികൾക്ക് വേണ്ടി ഇനിയുള്ള ബാക്കി കാലം നോക്കുന്നു എന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അവിടെ പെരുമാറിയത് ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത രീതി എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോന്ന് പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. താമസിക്കുന്നു ഇത്രയും പേര് ഇവിടെ ഈ ഓഡിറ്റോറിയം നിറഞ്ഞിരിക്കുന്ന ഈ കുട്ടികളും ഈ പേരൻസും ഇവിടെ താമസിക്കുന്നവരാണ്. അവിടെ താമസിപ്പിച്ച് തെരുവിൽ കിടക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് നിങ്ങൾക്ക് ഭക്ഷണവും ബാക്കി കാര്യങ്ങളും ഒക്കെ തന്ന് നിങ്ങളുടെ മക്കളെ വളർത്തുന്നു. പിന്നെ ഇടയ്ക്ക് പുട്ടിന് പീര പോലെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ വീഡിയോയ്ക്കകത്ത് അന്തേവാസികളെന്ന് പറയുമ്പോഴും കേൾക്കുന്നവർ ഇത്ര അന്തേവാസികൾ ഇന്ന് പോവരുത്, ആരും പോവരുതെന്ന് സാർ പറഞ്ഞു. അന്നപ്പോൾ എന്താണെന്നറിയാമല്ലോ ഷൂട്ടിങ്ങിന് പറഞ്ഞു. അപ്പോൾ അവിടെ ഷൂട്ടിങ് നടക്കുമ്പോൾ മുഖം കാണിക്കാൻ വേണ്ടി കൊച്ചിങ്ങനായാലും വേണ്ടിയില്ല എൻ്റെ മുഖം ഒന്ന് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന പേരൻസ് അവിടെ ഉണ്ട്. അങ്ങനെയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് നിൽക്കുന്നത്, നിന്ന് പോകുന്നത്. ലക്ഷക്കണക്കിന് അമ്മമാർ ഇദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ട് അമ്മമാരെ പറ്റി എഴുതി അയച്ചപ്പോഴത്തേക്ക് അമ്മമാരെ പറ്റി അവരെഴുതുന്ന വാക്കുകൾ വായിക്കുമ്പോൾ ഹൃദയഭേദകമായിട്ട് സങ്കടം കൊണ്ട് കണ്ണുനീരൊഴുകണം, കരയണം. അപ്പോൾ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ മുതുകാട് നിന്ന് വായിക്കുന്നുടനെ ചുറ്റിനും നിന്ന് അമ്മമാർ ഷോൾ എടുത്തിട്ട് നിൽക്കണം. സൂര്യകിരീടം വീണുടഞ്ഞു. മാജിക് പ്ലാനറ്റും ഡിഫറെന്റ് ആർട്ട് സെന്ററോ അല്ല, അന്ന് തുടങ്ങുന്നത് എംപവർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ അനുയാത്ര എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് എംപവർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഈ കുട്ടികളുടെ എംപവർമെന്റ് ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ്. അതുകൊണ്ട് ആ കുട്ടികളിൽ അവരെ പെർഫോം ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു മോട്ടിവേഷൻ ടോക്ക് പോലെയും ആങ്കറിംഗ് ആയിട്ടും അതുപോലെ തന്നെ ഒരു മജീഷ്യനായിട്ടും അവരെ കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് എന്നോട് ജോയിൻ ചെയ്യാൻ പറയുന്നത്. പക്ഷെ അവരുടെ വലിയ പ്രശ്നം എനിക്ക് അന്ന് തന്നെ കണ്ടത് ഈ 5 കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ നിരന്തരം പറയുന്ന സമയത്ത് എന്നോട് അദ്ദേഹത്തിന് അതിനെ കുറിച്ചൊന്നും ആധികാരികമായിട്ട് അറിയില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് അവരുടെ കുട്ടികളുടെ അമ്മമാരെ നോക്കിക്കോളും. അങ്ങനെ അവിടെയുള്ള ഒരു കുട്ടിയുടെ അമ്മയെ ഒരു കെയർ ടേക്കർ എന്ന രീതിയിലാണ് അദ്ദേഹം വെച്ചത്. അപ്പൊ അവരാണ് ഇവരെ ഡ്രസ്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവിടെ തന്നെ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് കറക്റ്റ് പ്രോപ്പർ സമയത്ത് ഫുഡ് കൊടുക്കണം. അതിന് ഒരു വയലന്റ് ആവും. അപ്പൊ ഈ ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ സ്പെഷ്യൽ ഷോ വരും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിഥികൾ വരുന്ന സമയത്ത് അതിഥികളുടെ മുമ്പിൽ കുട്ടികളെ കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഉദ്ദേശം നടക്കുള്ളൂ. അപ്പൊ അദ്ദേഹം എന്നോട് പറയും, സ്പെഷ്യൽ അതിഥികൾ വരുന്ന ദിവസം മുതുകാട് സാർ ദൈവമാണ്, ഈ കുട്ടികളുടെയൊക്കെ സംരക്ഷണം മുതുകാട് സാർ ഇല്ലെങ്കിൽ നടക്കില്ല എന്ന് പറയണം. ഇത് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിപ്പോ എനിക്ക് കുറ്റബോധമുണ്ട്, അന്നും കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ജോയിൻ ചെയ്തുകൊണ്ട് ഉടനെ നമുക്ക് റിസൈൻ ചെയ്ത് പോരാൻ പറ്റില്ല. 1 വർഷത്തേക്കൊക്കെയുള്ള രീതിയിൽ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കുട്ടികൾ ഇത് ശരിക്കും ഗോപിനാഥ് മുതുകാട് തന്നെയാണ് പറയുന്നത്. അതായത് ഞാൻ
അദ്ദേഹം എന്നോട് വന്ന് പറയും, മുതുകാട് സാർ ഞങ്ങളുടെ ദൈവമാണ്. ഞാനിത് പറയുന്നത് കള്ളമാണെങ്കിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ ദുബായ് പ്രോഗ്രാമിൽ ഈ കുട്ടികൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികളിലുള്ള ഒരു കുട്ടിയുടെ അമ്മ വന്നും ഇതേ ഡയലോഗ് പറയുന്നുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ നിരന്തരം നമ്മളോട് അത് പറയാൻ അദ്ദേഹം നിർബന്ധിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പറഞ്ഞാലെങ്കിലും കൂടുതൽ ഫണ്ട് കിട്ടിയാൽ കൂടുതൽ കുട്ടികൾക്ക് ഉപകാരപ്രദമാകുമെന്നൊരു ഉദ്ദേശമായിരുന്നുണ്ട്. അതിനുശേഷം ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഷോ ചെയ്യാൻ വരുമ്പോൾ ഞാൻ പറയും, സാർ ഇപ്പൊ കുട്ടികൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഏകദേശം 2:30 മണിയായി. അപ്പൊ എന്നോട് പറയും, ഇല്ല അങ്ങനെയല്ല, അത് ഈ ഗസ്റ്റ് കൂടി പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചാൽ മതി, ഗസ്റ്റ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, അവര് ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടാവും. ഞാൻ പറയും ഷോ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ പലപ്പോഴും ഒരു ഷോ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അത് ഞാൻ ചെയ്യാൻ കാരണം ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവരെ കൊണ്ട് ഫോഴ്സ് ചെയ്തിട്ട് അടിമപ്പണി എടുപ്പിക്കുന്ന പോലെയല്ല ഈ ഷോ കാണിക്കേണ്ടത്. ഈ കുട്ടികൾക്ക് ഒരിക്കലും തുറന്നു പറയാൻ പറ്റില്ല. അപ്പൊ ഈ കുട്ടികളുടെ അമ്മമാർ എന്നോട് പറയും, എന്നെ ഒരു ഭാവന വിളിക്കാം, അവരെന്നോട് പറയും, ബാബ ഇത് ഭാവക്ക് സംസാരിക്കാൻ കഴിയുമല്ലോ, ഭാവയല്ല വേൾഡ് കൂടുതൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരാള്, ഭാവ ഇത് പറയണം. കുട്ടികളുടെ സമയത്ത് ഫുഡ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇദ്ദേഹം ചിന്തിക്കണം. ഈ ഓട്ടിസുള്ള കുട്ടികളും മെന്റലി റിട്ടയർഡ് ആയ കുട്ടികളൊക്കെ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ വയലന്റ് ആവുന്നൊക്കെ അദ്ദേഹം ചിന്തിക്കണ്ടേ. അദ്ദേഹത്തിന് അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് മറ്റേ സിനിമയിൽ പറയില്ലേ, ഷോ മസ്റ്റ് ഗോ ഓൺ പറയില്ല, അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അങ്ങനെയൊക്കെയാണ് അദ്ദേഹമായിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു നോട്ടബിൾ പേഴ്സൺ ആവുന്നതും ഒരു എന്താ പറയുക ഒരു മാർക്ക് ചെയ്ത വ്യക്തിയായി മാറുന്നത്. പിന്നെ അദ്ദേഹത്തിന് ശേഷം ഞാൻ കുവൈത്തിൽ പ്രോഗ്രാം പോകുന്ന സമയത്തൊക്കെ അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ദിവസം നമ്മൾ ദൈവമാണെന്ന് പറയണം, സാറാണ് ഞങ്ങളുടെ സംരക്ഷണം എന്ന് പറയണം. അങ്ങനെ കുവൈത്തിൽ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ മാജിക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു മെയിൻ ആയിട്ട്. അപ്പൊ അത് കണ്ടപ്പോൾ കുറെ പേർക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അങ്ങനെ കുറെ പേര് എനിക്കൊരു ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ ചെറിയ എമൗണ്ട് ഒക്കെ, ഇതൊന്നും കുവൈത്തിലെ ഏറ്റവും വലിയ പൈസ